നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 3 സൈനികരുടെ കൊല. ഇതേ തുടർന്ന് ജോർദാൻ വെസ്റ്റ് ബാങ്ക് അതിർത്തിയിൽ വൻ സുരക്ഷയൊരുക്കി ഇസ്രായേൽ. ഇസ്രായേലിന്റെ 3 സൈനികരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആക്രമണത്തിന് ശേഷം ജോർദാനുമായുള്ള എല്ലാ അതിർത്തി കവാടങ്ങളും ഇസ്രായേൽ അടച്ചിരിക്കുകയാണ്. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു. വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ സൈനിക നടപടി വേണമെന്നാണ് അടിയന്തര സുരക്ഷാ സമിതി യോഗത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, വെടിനിർത്തൽ കരാറിനോട് നെതന്യാഹു അടുക്കുന്ന രീതിയല്ല ഇപ്പോൾ ഉള്ളത്. സൈന്യത്തെ പൂർണ്ണമായും ഗാസയിൽ നിന്ന് പിൻവലിക്കില്ലെന്ന രാഷ്ട്രീയ തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയെ അറിയിച്ചു. റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കരാർ നടപ്പാക്കാൻ ബൈഡൻ ഭരണകൂടം പുതിയ വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമെന്നാണ്. ഗാസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെ മധ്യസ്ഥ രാജ്യങ്ങളുടെ നീക്കവും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ഉത്തര ഗാസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ സേന വ്യോമാക്രമണം നടത്തി. 8 പേർ കൊല്ലപ്പെട്ടു. ഗാസ സിവിൽ എമർജൻസി സർവീസസ് ഡെപ്യൂട്ടി ഡയറക്ടറും 4 കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു. ജോർദാൻ വെസ്റ്റ് ബാങ്ക് അതിർത്തി ായ വെടിവയ്പിൽ 3 ഇസ്രായേലികൾ ഇന്നലെ കൊല്ലപ്പെട്ടു. ഇതോടെ പ്രദേശത്തെ സംഘർഷാവസ്ഥ രൂക്ഷമാവുകയാണ്. ട്രക്കിലെത്തിയ ജോർദാൻ പൗരൻ മാഹിർ അൽ ജാസി അലൻബി പാലത്തിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് ജോർദാൻ അതിർത്തി ഇസ്രായേൽ അടച്ചു. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനുള്ള അറബ് മറുപടിയാണ് ഇതെന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത്. ഹൂതി കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ 3 ഡ്രോണുകളും 2 മിസൈൽ സംവിധാനങ്ങളും തകർത്തതായി അമേരിക്ക അറിയിച്ചു. US സൈന്യത്തിന്റെ ഡ്രോൺ വെടിവെച്ചിട്ടതായി കഴിഞ്ഞ ദിവസം ഹൂതികളും അവകാശപ്പെടുകയുണ്ടായി. ഇസ്മായിൽ ഹനിയയുടെ വധത്തിനുള്ള പ്രതികാരമായി കടുത്ത ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേലിന് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ മുന്നറിയിപ്പ് നൽകിയതും മുന്നിൽ നിൽക്കുകയാണ്. അതിനിടെയാണ് 3 സൈനികരുടെ കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വെസ്റ്റ് ബാങ്കിൽ വലിയ രീതിയിലുള്ള വൻ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. ജോർദാൻ അതിർത്തി കടന്ന് ഒരാൾ നടത്തിയ വെടിവയ്പിലാണ് 3 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടത്. ജോർദാനിൽ നിന്ന് ഞായറാഴ്ച അലൻബി പാലത്തിലൂടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലേക്ക് ട്രക്കുമായി കടന്ന തോക്കുധാരി സുരക്ഷാ സേനയുടെ വെടിയേറ്റ് മരിക്കുകയായിരുന്നു. അതിനു മുമ്പ് 3 ഇസ്രായേൽ പൗരന്മാരെ വധിച്ചു ഇയാൾ. ട്രക്കിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പാലത്തിൽ കാവലിലേർപ്പെട്ട ഇസ്രായേൽ ഗാർഡുകൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഗാസയ്ക്കെതിരായ വംശീയ യുദ്ധം തുടങ്ങിയതിനു ശേഷം ജോർദാനുമായുള്ള അതിർത്തിയിൽ ഇത്തരത്തിലുള്ള ആദ്യത്തെ ആക്രമണമാണ് ഇതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും പ്രദേശത്ത് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഉടലെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനുള്ള മറുപടിയാണ് ഇതെന്നാണ് ഹമാസ് ഉദ്യോഗസ്ഥൻ സമി അബു സുഹ്രി പറഞ്ഞിരിക്കുന്നത്. ഗാസയിൽ ബന്ദികളാക്കിയവരെ തിരികെ കൊണ്ടുവരാൻ ഹമാസുമായി കരാറിൽ ഏർപ്പെടുന്നതിൽ പ്രധാനമന്ത്രി പരാജയപ്പെട്ടു എന്നാരോപിച്ച് ഇസ്രായേൽ വൻതോതിലുള്ള സർക്കാർ വിരുദ്ധ പ്രതിഷേധം നടത്തുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും നെതന്യാഹു സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന സംഭവ വികാസം തന്നെയാണ് അരങ്ങേറിയിരിക്കുന്നത്. ഏകദേശം 7,50,000 പേർ അണിനിരുന്ന ഇസ്രായേലിന്റെ എക്കാലത്തെയും വലിയ പ്രതിഷേധങ്ങളിലൊന്നാണ് തെരുവിൽ നടന്നത്. തെക്കൻ ഗാസയിലെ തുരങ്കത്തിൽ നിന്ന് 6 തടവുകാരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് വൻ പ്രതിഷേധം ഉണ്ടായത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.